ഹലോ ഗായ്സ്, അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്നേരം ഇന്നത്തെ പരിപാടി ഡേ ഇൻ മൈ ലൈഫാണ്. നിങ്ങൾ വിചാരിക്കും എന്നോടൊപ്പം ഉണ്ടായിട്ടില്ലാത്തത്. അവൾ പള്ളിയിൽ പോയേക്കുവാണ്. എനിക്ക് ഇവിടെ അല്ല പോകുന്നത്, ഞാൻ വേറെ ഒരിടത്താണ് പോകുന്നത്. ഇന്ന് എനിക്ക് അവിടെ ക്ലാസ്സില്ല. അവൾ പോയിട്ട് വരാനുള്ള സമയമായി. ഞാൻ എണ്ണീറ്റ് ഉടനെ റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പം എന്താ ചെയ്യണമായിട്ട് ഇവിടെ ഇല്ല, ബോറും അടിക്കുക. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനായിട്ട് അവളും കൂടി വേണമായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്തേക്കാം. ഗൈസ്, നമ്മളിപ്പോൾ ഐഷുവിൻ്റെ പള്ളിയുടെ അവിടെ വരെ ഒന്ന് പോയി നോക്കാൻ പോവാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, കൊണ്ട് ആരും എന്നോടൊപ്പം ഇല്ല. ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവൾ വന്നിട്ട് കാണാം. ഗൈസ്, ഇപ്പോൾ പള്ളി വിടാനുള്ള സമയമായി. അവർ വരുന്നത് വരെ കാത്തിരിക്കണം. നമ്മളിപ്പോൾ അവളുടെ പള്ളിയെന്ന് വെച്ചാൽ അവിടുത്താണ്. അവൾ ഇപ്പോൾ വരുന്നതാണ്. നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ ഐഷു ആഫിയും എത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇവർ സത്യത്തിൽ ഞാൻ കാത്തിരുന്ന വഴിയല്ല വന്നത്. വേറെ ഏതോ ഒരു ഷോർട്ട് കട്ടിൽ വന്നിവർ. ഞാൻ അത്രയും നേരം വെയിറ്റ് ചെയ്തു. അതിന് ബലമില്ല. ശരി, അവിടുന്ന് വരുന്ന കണ്ടുപിടിക്കുന്ന ഏതായാലും ഒരു ഉപയോഗവും ഇല്ല. അന്നേരം ഇവൾമാരെ അവിടെ മേളിൽ നിന്ന് കണ്ടപ്പോൾ ഇങ്ങോട്ട് ഓടി വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവൾമാർ ഷോർട്ട് കട്ടിൽ കൊണ്ടു പോയെന്ന്. ഞാൻ പിന്നെ എന്തോ വേണം. ഇപ്പോഴും നമ്മൾ വീട്ടിലെത്താറായിട്ടുണ്ട്. നടന്ന് കുഴഞ്ഞു എത്തിക്കഴിഞ്ഞു. രണ്ടെണ്ണം എന്നിട്ട് വട്ടം കറച്ച് രണ്ടെണ്ണം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ രണ്ടുപേരും കൂടി അടികൂടിയുമാണ്. നമ്മൾ ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ അപ്പവും മുട്ടക്കറിയും ഉണ്ട്. ഇവക്ക് ഗ്രീൻ പീസാണ് രണ്ടുപേർക്കും. ഗ്രീൻ പീസ് കാരണം എനിക്ക് ഗ്രീൻ പീസ് കറി ഇഷ്ടമല്ല. ഞാൻ അതുകൊണ്ട് മുട്ടക്കറിയാണ് എടുക്കുന്നത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയാം. ഓക്കെ, നല്ല ചൂടപ്പമാണ്. സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ കൈപ്പൊള്ളും. ഇച്ചിരി മുട്ടയും കൂടി ഇങ്ങനെ പിടിച്ചെടുക്കുക. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. എല്ലാവരുടെയും അഭിപ്രായത്തിന് ശേഷം ഞാൻ കഴിക്കാം. ഗൈസ്, നമ്മളിപ്പോൾ കഴിച്ചിറങ്ങി. ഇനിയിപ്പോൾ എന്താ പരിപാടി? ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി വേണം. അത് സത്യമാ. നമുക്ക് ഐഷുവിനെ വിളിക്കാം. ഐഷു, അവളിപ്പോൾ വരും. ഐഷു, ഐഷു ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ നമ്മൾ ഇന്നത്തെ പരിപാടി? ഇന്നത്തെ പരിപാടി പ്രത്യേകിച്ചൊന്നുമില്ല. ശരിയോ? പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. എന്നാൽ നമുക്ക് ഇച്ചിരി ഡാൻസ് കളിക്കാം. നമുക്കറിയാവുന്നില്ല, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഐഷു. ഓക്കെ ഗൈസ്, കാണാലോ. നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതിനല്ല
പാട്ട് പാട്ട് ഗൈസ്, നമുക്ക് പാട്ടിനായിട്ട് കുഞ്ഞാട്, അതായത് ഐഷുവിൻ്റെ ഉമ്മയുടെ ഫോൺ എടുക്കുകയാണ്. കണ്ടോ? നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നമുക്ക് ചെറിയ പെരുന്നാളിന് എനിക്ക് എടുത്തു തന്ന ഡ്രസ്സാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ലോക്കറ്റാണ്. ഐഷു കുഞ്ഞയുടെ ഫോൺ എടുക്കാൻ പോയേക്കുവാണ്. ഞാനൊരു കാര്യം പറയാം. എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഫോണിൽ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അന്നേരം എനിക്ക് ഇങ്ങനെ കൂട്ടിച്ചേർക്കാനോ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. എഡിറ്റ് ചെയ്യാനൊന്നും എനിക്കറിയില്ല. അങ്ങനെ തുടങ്ങിയ യൂട്യൂബ് ചാനലായതുകൊണ്ട് എനിക്ക് അത്ര ക്വാളിറ്റിയോ ഒന്നും കാണില്ല. ഫോണാണ് സാധാ. എന്നാലും എനിക്ക് അങ്ങനെയൊന്നും സാധിക്കില്ല. നിങ്ങൾ ദയവായിട്ട് ഇച്ചിരി സബ്സ്ക്രൈബ് ചെയ്യണം. അൺലൈക്ക് ഒന്നും ചെയ്യരുത്. കാരണം ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ്. നിങ്ങൾ അതിനൊരു ബലം തരണം കേട്ടോ. നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കാണണ്ട. നിങ്ങൾക്ക് ഞങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ കാണണം. ഞങ്ങളിത് എങ്ങനെയെങ്കിലുമൊക്കെയാണ് ചെയ്തു വെക്കുന്നത്. ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ഞങ്ങളെ യൂട്യൂബ് ചാനലിന്. നിങ്ങളൊന്ന് സഹകരിക്കുക. ഐഷു വന്നിട്ട് അതേ കണക്ക് തിരിച്ചു പോയി. ഐഷു വന്നിട്ട് അതേ കണക്ക് പോയി. കണ്ടോ? ഫോൺ കിട്ടാതെ വിഷമിച്ച് വരുന്ന എവിടെ വരുന്നടി കളിക്കാം. ഇവിടെ പൊക്കുന്നതാണോ? എടുത്ത് പൊക്കട്ടെ. ഇത് കണ്ടോ? ഇവിടെ നിങ്ങൾ ഒരുങ്ങലും പോലും ഇല്ല പെണ്ണിന്. നമ്മളിപ്പോ പാട്ടിടാനായിട്ട് പോവാണ്. ഞാൻ സെലക്ട് ചെയ്യാം. മ്യൂസിക് നടി ഗൈസ്. അവള് പോയി. വേണ്ട, തേരാപാരാ നടക്കുന്നു ഐഷു. സൗണ്ട് ഇല്ലേ? ചെയ്യാം. നമ്മളിപ്പോ ചെയ്യാൻ പോവാണ്. 3, 2, 1. ആ ലാസ്റ്റത്തെ ഭാഗം നമുക്കറിയൂല. നമുക്കൊന്ന് അത് പഠിച്ചിട്ട് വരാം.